എറണാകുളത്ത് മദ്യലഹരിയിൽ യുവാവിന്റെ മരണപ്പാച്ചിൽ. കാറിടിച്ച് ഗോവൻ യുവതിക്ക് പരിക്കേറ്റു. തലയ്ക്കും കാലിനും പരിക്കേറ്റ ജയ്സൽ എന്ന യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൈകിട്ടോടെ വാഹനമിടിപ്പിച്ച സംഭവത്തിൽ ഗുരുവായൂർ സ്വദേശി യാസിർ കസ്റ്റഡിയിലായി. കടവന്ത്ര പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ വൈകിട്ട് 3 മണിയോടുകൂടിയാണ് പള്ളിമുക്കിൽ നിന്ന് വരുന്ന കാറ് ഇത്തരത്തിലൊരു അപകടം ഇവിടെ സൃഷ്ടിക്കുന്നത്. ചാലക്കുടി സ്വദേശിയായിട്ടുള്ള യാസിറാണ് ഈ കാർ ഓടിച്ചത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ കലുങ്ക് പാലത്തിന് വന്ന് ഈ വാഹനം ഇടിപ്പിക്കുകയായിരുന്നു. അതിൽ ഈ ബൈക്ക് യാത്രക്കാരുമായിട്ടുണ്ടായ ഒരു ചെറിയ തർക്കം, സൈഡ് കൊടുത്തില്ല എന്ന് ആരോപിച്ചുകൊണ്ടുള്ള തർക്കം, ആ തർക്കമാണ് അവിടെ നിന്ന് ഈ കാറ് മുന്നോട്ട് വരുന്നു. ഈ ബൈക്ക് യാത്രക്കാരന് കുറുകെ കാറ് വെട്ടിച്ച് കടത്തുമ്പോഴാണ് എതിരെ നടന്നു വരുന്ന കാൽനട യാത്രക്കാരായിട്ടുള്ള ദമ്പതികൾ ജയ്സൽ എന്ന് പറയുന്ന സ്ത്രീക്ക് നേരെ ഈ വാഹനം ഇടിക്കുന്നു. ജയ്സലിന് കാര്യമായ രീതിയിൽ പരിക്കുണ്ട്. ഇപ്പോൾ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തലയ്ക്കും കാലിനുമാണ് പരിക്കേറ്റിട്ടുള്ളത്. കാലിന് ശസ്ത്രക്രിയ വേണ്ടിവരും എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഈ കാറിൽ വന്ന പോലീസ് പരിശോധന നടത്തുമ്പോൾ കാറിൽ നിന്ന് മദ്യക്കുപ്പി അടക്കം കണ്ടെത്തിയിരുന്നു. യാസിറിനൊപ്പം മറ്റൊരു യുവതിയും മറ്റ് 2 യുവാക്കളും കൂടി ഉണ്ടായിരുന്നു. ആ യുവാക്കൾ ആ ഘട്ടത്തിൽ കാറിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തി കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു. നിലവിൽ യാസിറിനെതിരെ കടവന്ത്ര പോലീസ് കേസെടുത്തിട്ടുണ്ട്. മദ്യപിച്ച് വാഹനമോടിച്ചതിനാണ് കേസെടുത്തിട്ടുള്ളത്. നമുക്ക് കാറിൻ്റെ ദൃശ്യങ്ങൾ കാണാം. കാറിൻ്റെ മുൻവശം ഇടിച്ച് പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട്. അത്രയേറെ സ്പീഡിലാണ് ഈ കാറ് ഇങ്ങോട്ടേക്ക് കടന്നു വന്നത്. ഒരുപക്ഷെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന രീതിയിലായേനെ അവർ പെട്ടെന്ന് ഓടി മാറുന്നത് നമുക്ക് ആ CCTV ദൃശ്യങ്ങളിലും വ്യക്തമാണ്. ഇന്നലെ ഈ സംഭവം നടന്ന ആ സ്ഥലത്ത് ആ സമയം ഉണ്ടായിരുന്ന ആൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇന്നലെ എന്തായിരുന്നു ഇവിടെ സംഭവിച്ചത്? ശബ്ദം കേട്ടിട്ടാണ് പുറത്തോട്ട് വന്നപ്പോൾ മനസ്സിലായില്ല. കാരണം ഇങ്ങനെ വണ്ടി കിടന്നേച്ചത്. അപ്പുറത്തെ ഹോട്ടലിലത്തെ ആൾക്കാർ പറഞ്ഞത് ഇവിടുത്തെ കസ്റ്റമർ ആയിരുന്നു, ക്ലൈൻ്റ് ആയിരുന്നു വന്നിടിച്ച് എന്നുള്ള രീതിയിൽ. ആക്സിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഒന്ന് നോക്കാനോ ഇത് ചെയ്യാനായിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ആ കുട്ടീനെ എടുത്തുകൊണ്ട് പോയത് തന്നെ. കാറുകാരന് നേരെ ആൾക്കാർ ആക്രോശം, അതായത് ആ വണ്ടി വന്ന ആൾക്കാർ കുറച്ച് ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ ഓൾഡ് ഗോവ സ്വദേശികൾ ഇത് സംബന്ധിച്ച് പരാതികളൊന്നും തന്നെ നിലവിൽ നൽകിയിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളിലും അവരുടെ പരാതി ഉണ്ടാകും. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കടവന്ത്ര പോലീസ് യാസിറിനെതിരെ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി കേസെടുക്കും. സുജയ് എഡ്വേർഡിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.